നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയ SCERTയും പഴയ SCERTയും സ്റ്റാൻഡേർഡ് 5, 7, 9 ക്ലാസ്സുകളിലെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ടെക്സ്റ്റ് ബുക്കുകൾ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കുകൾ മാറിയതും അതുപോലെ പഴയ SCERTയും കൂടി ചേർത്തിട്ട് ഇന്ത്യൻ ജോഗ്രഫിയുടെ മുഴുവൻ കാര്യങ്ങളും എന്ത് ചെയ്യണം, മുഴുവൻ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആക്കാൻ റെഡി ആയിട്ട് നമ്മൾ നിൽക്കുകയാണ് അല്ലേ. നമ്മൾ കേരള ഹിസ്റ്ററി എന്ത് ചെയ്തു, അതേപോലെ SCERTയും പഴയതും പുതിയതുമായിട്ടുള്ള 4 വീഡിയോയിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കേരള ഹിസ്റ്ററി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫി കംപ്ലീറ്റ് ആക്കാനുള്ള ഒരുങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഏതൊക്കെയാണ് ഇന്ത്യൻ ജോഗ്രഫിയിൽ നമുക്ക് പുതിയ SCERTയിൽ വരുന്ന ലെസൺസ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ലോകത്തിന്റെ നെറുകയിൽ, വിശാല സമതല ഭൂവിൽ, ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി, മണലാരണ്യത്തിലൂടെ, തീരങ്ങളിലൂടെ, ഈ 6 ലെസൺ ആണ് എന്ത് ചെയ്യുന്നത്, പുതിയ SCERT പാഠഭാഗങ്ങളിൽ നമുക്ക് ഇന്ത്യൻ ജോഗ്രഫിയെ കുറിച്ചിട്ട് 6 ലെസൺ പഠിക്കാനുണ്ട്. 1.5 പോയിന്റുകൾ അതിൽ കിടക്കുന്നുണ്ട് കേട്ടോ. ഇനി പഴയ SCERT ആകുമ്പോൾ നമ്മുടെ ഇന്ത്യയിലൂടെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം, ഈ 4 ലെസൺ ആണ് പഴയ SCERTയിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ SCERTയിൽ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ത് ചെയ്തു, ഈ ലെസൺ ഫുള്ളായിട്ട് നിങ്ങൾക്ക് എടുത്തു തന്നിട്ടുണ്ട്. ഇനി ലോകത്തിന്റെ നെറുകയിൽ നമ്മൾ വലിയ ലെസൺ ആണ് ലോകത്തിന്റെ നെറുകയിൽ എന്ന് പറയുന്നത്. വലിയ ലെസൺ മീൻസ് കാരണം അതിൽ അത്രയും പോയിന്റ്, ഓരോ വരിയും നമുക്ക് പഠിക്കാനുണ്ട്. ഒരു വരി പോലും നമുക്ക് അതിൽ ഒഴിവാക്കാനായിട്ട് പറ്റില്ല. കാരണം നമുക്കറിയാം സ്റ്റേറ്റ്മെന്റ് ഒക്കെ PSC ആ രീതിയിലാണ് നമുക്ക് ഇങ്ങോട്ട് തരുന്നത് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒറ്റ വരി എന്തെങ്കിലുമൊക്കെ നമ്മൾ അവിടെ മിസ്സാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് പണിപ്പാളും. അപ്പോൾ ലോകത്തിന്റെ നെറുകയിൽ ഒരു വീഡിയോ എടുത്തു, ഇന്ന് 2ാമത്തെ ക്ലാസ് ആണ്. ഇതിൽ ഇനിയും ഒരു ക്ലാസ്സും കൂടി എടുത്താലാണ് ലോകത്തിന്റെ നെറുകയിൽ എന്ന ലെസൺ കഴിയുള്ളൂ. കാരണം നമ്മൾ പറഞ്ഞു പോയി, ലോകത്തിന്റെ നെറുകയിൽ ഒറ്റ ദിവസം കൂടി ഇരുന്ന് ക്ലാസ് ഇട്ടിന് ഒന്നും പഠിക്കില്ല. ലോകത്തിന്റെ നെറുകയിൽ കംപ്ലീറ്റ് ആയി എന്ത് പഠിച്ചു എന്ന ലെവലാകും. അപ്പോൾ അതിന്റെ ആവശ്യമില്ല. കാരണം നമുക്ക് ഈ നമ്മുടെ ഇന്ത്യയിലൂടെ വൈവിധ്യങ്ങൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. പക്ഷെ പുതിയ SCERT പറയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ആഴത്തിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ കൂട്ടുകാർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാതെ നിങ്ങളുടെ ഒന്നും സപ്പോർട്ട് ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല. കാരണം പകുതി പല ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സീരീസ് പോലെ സ്റ്റാർട്ട് ചെയ്ത് പകുതി വെച്ച് നിർത്തി പോയിട്ടുണ്ട്. ആ ഒരു അവസ്ഥ വരരുത്, അതുകൊണ്ട് പറയാണ്. അപ്പോൾ നിങ്ങൾ താഴെ എന്തായാലും കമൻറ്റ് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് റൈറ്റ് ആണ് ബെൽ ബട്ടൺ കൂടിയിട്ട് ഇനേബിൾ ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പരമാവധി ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ ലോകത്തിന്റെ നെറുകയിൽ എന്ന ലെസണിൽ 1ാമത്തെ ക്ലാസ് 2ാമത്തെ വീഡിയോയിൽ ഇന്ത്യൻ ജോഗ്രഫി സബ്ജക്റ്റ് വൈസ് എന്ന പ്ലേലിസ്റ്റിൽ കിടക്കും. നമ്മൾ ഈ ടോപ്പിക്കുകളെല്ലാം പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. പ്ലേലിസ്റ്റിൽ സബ്ജക്റ്റ് വൈസ് കേരള ഹിസ്റ്ററി ഓൾഡ് ആൻഡ് ന്യൂ SCERT പറഞ്ഞിട്ട് കേരള ഹിസ്റ്ററി 4 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സബ്ജക്റ്റ് വൈസ് ഇന്ത്യൻ ജോഗ്രഫി ഓൾഡ് ആൻഡ് ന്യൂ SCERT, അതിൽ ഇത് 3ാമത്തെ വീഡിയോ ആണ്. 2ാമത്തെ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലോകത്തിന്റെ നെറുകയിൽ എന്നുള്ളതിൽ പകുതിയും നമ്മൾ അവിടെ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അതിന്റെ ബാലൻസ് ആണ്. അപ്പോൾ നമ്മൾ ഹിമാലയത്തെ കുറിച്ചിട്ടാണ് പഠിച്ചത്. നമ്മൾ എന്തൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്, നമ്മുടെ ഉത്തരപർവ്വത മേഖലയെ കുറിച്ചിട്ടാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വേറെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ലോകത്തിന്റെ നെറുകയിൽ എന്ന ലെസൺ എത്തിയപ്പോൾ അവിടെ ഉത്തരപർവ്വത മേഖലയെ കുറിച്ചിട്ട് പഠിച്ചു. ഉത്തരപർവ്വത മേഖലയുടെ വിശേഷണങ്ങൾ പഠിച്ചു. ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമായിട്ട് വരുന്ന പർവ്വതനിരകളായ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, പൂർവാഞ്ചൽ, ആ 3 കാര്യങ്ങൾ നമ്മൾ മുഴുവനായിട്ട് പഠിച്ചിട്ടില്ല അല്ലെ. ട്രാൻസ് ഹിമാലയം എന്താണെന്ന് പഠിച്ചു. ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്ന കാരക്കോറം, ലഡാക്ക്, സസ്കർ അത് അവിടെ ഓക്കെ ആക്കി. അങ്ങനെ നെക്സ്റ്റ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്, അതിൽ ഹിമാദ്രി എന്താണെന്നും ഹിമാചൽ എന്താണെന്നും സിവാലിക് എന്താണെന്നും പഠിച്ചു. ഹിമാലയത്തിന്റെ ഡെഫിനിഷൻസ്, ഹിമാലയം എന്ത് എന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തമായി പഠിച്ചു. ഇനി ഹിമാലയത്തിന്റെ പ്രാദേശിക വിഭാഗങ്ങൾ, അവയെ വേർതിരിക്കുന്ന നദികൾ, അവിടെ നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതിനെ കുറിച്ചിട്ടാണ്, ഹിമാലയത്തെ കുറിച്ചിട്ടാണ്. അപ്പൊ ഹിമാലയത്തിന്റെ പ്രാദേശിക വിഭാഗങ്ങളാണ് പടിഞ്ഞാറൻ ഹിമാലയവും മധ്യ ഹിമാലയവും കിഴക്കൻ ഹിമാലയവും. അപ്പൊ ഈ പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികളാണ്. പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പാകിസ്ഥാനിലും ഇന്ത്യക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന സിന്ധു അല്ലെ. പടിഞ്ഞാറൻ ഹിമാലയം സിന്ധു മുതൽ കാളി വരെയും അല്ലെ വേർതിരിക്കുന്ന നദികൾ സിന്ധുവും കാളിയും. ഇനി മധ്യ ഹിമാലയത്തിലോ കാളിയും ടീസ്റ്റിയുമാണ്. കിഴക്കൻ ഹിമാലയത്തിൽ ടീസ്റ്റിയും ബ്രഹ്മപുത്ര, ഈ 3 നദികളാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രാദേശിക വിഭാഗങ്ങളെ വേർതിരിക്കുന്നത്. ഇപ്പോൾ പ്രാദേശിക വിഭാഗങ്ങളായിട്ടുള്ള പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം 3 പഠിക്കണം കേട്ടോ. ചോദ്യങ്ങൾ തിരിച്ചൊക്കെ ചോദിക്കും. മറ്റേ ഹിമാലയത്തിന്റെ പ്രാദേശിക വിഭാഗങ്ങളെ 4ആയി തരംതിരിക്കാം, 5ആയി തരംതിരിക്കാം, 3ആയി തരംതിരിക്കാം എന്നൊക്കെ പറയും. 3ആയിട്ടാണ് തരംതിരിക്കുന്നത്. പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. ഓക്കെ, അപ്പോൾ ഈ പടിഞ്ഞാറൻ ഹിമാലയത്തിനെ തന്നെ വീണ്ടും എന്ത് ചെയ്യാണ്, 3ആക്കി തരംതിരിക്കുകയാണ്. പടിഞ്ഞാറൻ ഹിമാലയത്തെ 3ആക്കി തരംതിരിക്കുമ്പോൾ 1 കാശ്മീർ ഹിമാലയം, 2 ഹിമാചൽ ഹിമാലയം, 3 ഉത്തരാഖണ്ഡ് ഹിമാലയം. ഇനി ഈ 3 ഹിമാലയ
ഹിമാലയത്തെ കുറിച്ചിട്ടും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നമ്മുടെ SRTയിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ മധ്യ ഹിമാലയം എന്താണ്, കിഴക്കൻ ഹിമാലയം എന്താണെന്നും നമുക്ക് പഠിച്ചു വെക്കണം. എന്നിട്ട് ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ തന്നെ ഒരു ലെവലാകും. അപ്പോഴേക്കും നമുക്ക് ഇനി അടുത്തത് എന്ത് ചെയ്യാം, നാളെ തന്നെ നമുക്ക് അതിന്റെ ബാലൻസ് ലോകത്തിന്റെ നിറകിൽ എന്ന ലെസൺ കളിയാക്കാം. അപ്പൊ നിങ്ങൾ പേടിക്കേണ്ട, ഇത് കാരണം ഈ ലോകത്തിന്റെ നിറകിൽ മിസ്സേവും മൂന്നും കൂടിയിട്ട് ഒറ്റ വീഡിയോ ആയിട്ട് തന്നൂടെ എന്നൊക്കെ ചോദിക്കുക. എടാ നമ്മൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ വെറുതെ ആരെങ്കിലും പഠിച്ചു എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ പഠിക്കുന്നത്? അല്ല, നമുക്കൊരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ പഠനം കറക്റ്റ് ഇതിലായിട്ട് പോയാൽ തന്നെ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് 3 വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ പഴയ SRT വരുമ്പോൾ അതൊരൊറ്റ ഇതിൽ പരമാവധി മാക്സിമം നമ്മൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, അതിൽ 1-2 വീഡിയോയിലായിട്ട് തന്നെ നമ്മൾ അവിടെ കംപ്ലീറ്റ് ചെയ്യും. അതുകൊണ്ട് പേടിക്കണ്ട കേട്ടോ. അപ്പോൾ എന്താണ് ഈ പടിഞ്ഞാറൻ ഹിമാലയം പറയുമ്പോൾ? പടിഞ്ഞാറൻ ഹിമാലയത്തെ 3 തരമാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? 1 കാശ്മീർ ഹിമാലയവും, 2 ഹിമാചൽ ഹിമാലയവും, 3 ഉത്തരാഖണ്ഡ് ഹിമാലയവും. ഈ പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറയുന്നത് വടക്ക് ജമ്മു കാശ്മീരില് സിന്ധു നദി താഴ്വര മുതൽ ഉത്തരാഖണ്ഡിന്റെ കിഴക്ക് കാളിന്തി നദി വരെയായിട്ടാണ് ഈ പടിഞ്ഞാറൻ ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നത്. പടിഞ്ഞാറൻ ഹിമാലയം വടക്ക് ജമ്മു ആണ്. വടക്ക് ജമ്മു കാശ്മീരില് സിന്ധു നദി താഴ്വര മുതൽ, സിന്ധു പടിഞ്ഞാറൻ എന്ന് പറയുമ്പോൾ തന്നെ സിന്ധു നദി ഓർമ്മ വെക്കണം അല്ലേ? കിഴക്ക് എന്ന് പറയുമ്പോൾ ഏത് നദി എത്തണം? ബ്രഹ്മപുത്ര എത്തണം. അപ്പൊ വടക്ക് ജമ്മു കാശ്മീരില് സിന്ധു നദി താഴ്വര മുതൽ ഉത്തരാഖണ്ഡിന്റെ കിഴക്ക് ഏത് നദി വരെയാണ്? കാളിന്തി നദി വരെയാണ് കേട്ടോ. കാളിന്തി വരെ, ഉത്തരാഖണ്ഡിന്റെ കിഴക്ക് കാളിന്തി വരെയാണ് പടിഞ്ഞാറൻ ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നത്. പടിഞ്ഞാറൻ ഹിമാലയത്തിന് 3 ടൈപ്പ് ഉണ്ട്: കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എന്താണ് കാശ്മീർ ഹിമാലയത്തെ കുറിച്ചിട്ട് ഇത്രയും പോയിന്റ് പഠിച്ചു വെക്കണം കേട്ടോ. ജമ്മു ആൻഡ് കാശ്മീരിലും ലഡാക്കിലുമായിട്ടാണ് കാശ്മീർ ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിന്റെ വിസ്തൃതി കേട്ടോ. 3.5 എന്ന് പറയുന്നത് 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. 100 കിലോമീറ്റർ നീളം, 500 കിലോമീറ്റർ വീതി. 100 കിലോമീറ്റർ നീളം, 500 കിലോമീറ്റർ വീതിയാണ്. പർവ്വതനിരകൾ ഏതൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ, പീർ പാഞ്ചൽ പർവ്വതനിരകളൊക്കെ കാശ്മീർ ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. കാരക്കോറം, ലഡാക്ക്, സസ്കർ, പീർ പാഞ്ചൽ. പിന്നെ മൗണ്ട് K2, നമുക്കറിയാം ലോകത്തിലെ തന്നെ 2ാമത്തെ ഉയരം കൂടിയ ഒരു കൊടുമുടിയാണ് മൗണ്ട് K2 അല്ലേ? മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് ഏതിലാണ്? കാരക്കോറം മലനിരകളിലാണ്. ഇനി ഏതൊക്കെ ഹിമാനികൾ കാണപ്പെടുന്നുണ്ട് കാശ്മീർ ഹിമാലയത്തില്? സിയാച്ചിൻ ഹിമാനി, പിന്നെ ബോൾട്ടോരോ ഹിമാനി കേട്ടോ. സിയാച്ചിൻ ഹിമാനിയും ബോൾട്ടോറോ, നമ്മൾ സാധാരണ ബാൽത്തോറ ഹിമാനി എന്നൊക്കെ പഴയ സെറ്റിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇതിൽ ഇങ്ങനെ ബോൾട്ടോരോ എന്നാ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഹിമാനികളേക്കാണ് സിയാച്ചിൻ ഹിമാനി, ബോൾട്ടോരോ ഹിമാനി. പിന്നെ സിന്ധു നദിയും ചലം, രവി, ചിനാബ്. സിന്ധുവിന്റെ പോഷക നദികളാണല്ലോ സിന്ധു, ചലം, രവി, ചിനാബ്. അതായത് ഈ 4 നദികളിലും വർഷം മുഴുവൻ സമൃദ്ധമായ നീരൊഴുക്കുണ്ടാക്കുന്നത് ഈ സിയാച്ചിൻ ഹിമാനിയും ബോൾട്ടോറോ ഹിമാനിയുമാണ് കേട്ടോ. ഈ സിയാച്ചിൻ ഹിമാനിയും ബോൾട്ടോറോ ഹിമാനിയും വർഷം മുഴുവൻ സമൃദ്ധമായിട്ടുള്ള നീരൊഴുക്കുണ്ടാക്കുന്ന നദികൾ ഏതൊക്കെയാണ്? സിന്ധു, ചലം, രവി, ചിനാബ്. പീർപാഞ്ചൽ പർവ്വതനിരയ്ക്ക് കുറുകെയുള്ള ബനിഹാൽ ചുരമാണ് ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. ജമ്മു കാശ്മീർ കേട്ടോ. ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏത് എന്ന് ചോദിച്ചാൽ ബനിഹാൽ ചുരമാണ്. ബനിഹാൽ ചുരമാണ്. ജമ്മുവിലേക്കും കാശ്മീരിലേക്കൊന്നും പോകുമ്പോൾ ബനിയൻ ഇട്ടിട്ടൊന്നും പോകരുത് കേട്ടോ. അതാണ് നല്ല തണുപ്പായിരിക്കും. അപ്പൊ നല്ല നമുക്ക് ഷർട്ടർ വേണം അല്ലേ? അപ്പോൾ ബനിയൻ ഇട്ടിട്ടൊന്നും എന്ത് ചെയ്യരുത്, ജമ്മുവിലേക്കും കാശ്മീരിലേക്കും പോകരുത് കേട്ടോ. ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. ബനിഹാൾ. അപ്പൊ ബനിയൻ എന്ന് പറയുമ്പോൾ നമുക്ക് ബനിഹാൾ. ജമ്മുവിലേക്കും കാശ്മീരിലേക്കും ബനിയൻ ഇട്ടിട്ട് പോകരുതേ. ജമ്മുവിനെയും കാശ്മീർ ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഏതാണ്? ബനിഹാൽ ചുരമാണ് കേട്ടോ. ഇനി ദാൽ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത് കാശ്മീർ ഹിമാലയത്തിലാണ്. ദാൽ ശുദ്ധജല തടാകത്തിന്റെ കരയിലായിട്ടാണ് ശ്രീനഗർ സ്ഥിതി ചെയ്യുന്നത് അല്ലെ? അതായത് വിനോദസഞ്ചാര കേന്ദ്രത്തിനും വ്യാപാര വാണിജ്യ കേന്ദ്രങ്ങൾക്കും ഒക്കെ പ്രസിദ്ധമാണ് ഇത് ഈ ശ്രീനഗർ എന്ന് പറയുന്നത്. അപ്പൊ ദാൽ ശുദ്ധജല തടാകത്തിന്റെ കരയിലാണ്. ചിലപ്പോൾ ചോദ്യം വരും, ഏത് തടാകത്തിന്റെ കരയിലാണ് ശ്രീനഗർ സ്ഥിതി ചെയ്യുന്നത് ചോദിക്കും. ദാൽ ശുദ്ധജല തടാകത്തിന്റെ കരയിലാണ്. അപ്പൊ എന്തൊക്കെ പഠിച്ചടാ കാശ്മീർ ഹിമാലയത്തെ കുറിച്ചിട്ട്? ഒപ്പം വന്നേ കൂട്ടുകാരൊപ്പം വന്നേ. ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ലഡാക്കിലായിട്ടാണ് കാശ്മീർ ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. ഒരു പോയിന്റ് മാറ്റിയോ? ഇനി എത്രയും വിസ്തൃതി? 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി, 100 കിലോമീറ്റർ നീളം, 500 കിലോമീറ്റർ വീതി. ഓക്കെ, 100 നീളം, 500 വീതി. വീതിയാണ് കൂടുതൽ. 100 കിലോമീറ്റർ നീളം, 500 കിലോമീറ്റർ വീതിയും. കാരക്കോറം, ലഡാക്ക്, സസ്കർ, പീർ പാഞ്ചൽ. കാരക്കോറം, ലഡാക്ക്, സസ്കർ, പീർ പാഞ്ചൽ ഇതൊക്കെ കാശ്മീർ ഹിമാലയത്തിൽ കാണപ്പെടുന്ന മലനിരകളാണ്. കാരക്കോറം മലനിരകളിലായിട്ടാണ് ലോകത്തിലെ 2ാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത്.
ഇനി കാശ്മീർ ഹിമാലയത്തിൽ കാണപ്പെടുന്ന ഹിമാനികൾ ഏതൊക്കെയാണ്? സിയാച്ചിൻ ഹിമാനിയും ബോൾട്ടോരോ ഹിമാനിയുമാണ്. സിയാച്ചിൻ ഹിമാനിയും ബോൾട്ടോരോ ഹിമാനിയുമാണ്. സിന്ധു നദിയിലും ഝലം നദിയിലും രവി നദിയിലും ചിനാബ് നദിയിലും ഒക്കെ വർഷം മുഴുവൻ സമൃദ്ധമായിട്ടുള്ള നീരൊഴുക്കുണ്ടാക്കുന്നത് ഏതാണ്? ഈ ഹിമാനികളാണ്. സിയാച്ചിൻ ഹിമാനിയും ബോൾട്ടോറോ ഹിമാനിയും. ഓക്കെ ആയോ? പീർപ്പാഞ്ചൽ പർവ്വതനിരയ്ക്ക് കുറുകെയുള്ള ബനിഹാൽ ചുരമാണ് ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതെന്ന് ചോദിച്ചാൽ ബനിഹാൽ ചുരം. അപ്പോൾ ഓർത്ത് വെക്കാൻ ഒരു കോഡും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, മറക്കരുത് കേട്ടോ. ദാൽ ശുദ്ധജല തടാകം എവിടെയാണ്? കാശ്മീർ ഹിമാലയത്തിലാണ് അല്ലെ? ദാൽ ശുദ്ധജല തടാകം കാശ്മീർ ഹിമാലയത്തിലാണ്. ദാൽ ശുദ്ധജല തടാകത്തിന്റെ കരയിലാണ് ശ്രീനഗർ സ്ഥിതി ചെയ്യുന്നത്. ഇനി ഈ നമ്മുടെ കാശ്മീർ ടൂറിസത്തിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് ഈ ദാൽ തടാകത്തിലെ ശിഖാര തോണികളും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളുമാണ്. കാശ്മീർ ടൂറിസത്തിന്റെ മുഖമുദ്ര, അതായത് ഇപ്പൊ നമ്മൾ കാശ്മീർ ടൂർ പോകുകയാണെന്ന് പറയുന്നില്ലേ, അവിടെ അതിലെ ഏറ്റവും കൂടുതൽ കാശ്മീർ എന്ന് പറയുമ്പോൾ തന്നെ ജനങ്ങളെ ആകർഷിക്കുന്നത് എന്താണ്? ദാൽ തടാകത്തിലെ ശിഖാര തോണികളും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളുമാണ്. ഇനി ഈ കാശ്മീർ ഹിമാലയത്തിലെ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളെ പറയുന്ന പേരാണ് മർഗുകൾ. കേട്ടോ. വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന, ചിലപ്പോൾ ശൈത്യകാലത്ത്, മഴക്കാലത്ത് നമ്മൾ പുൽമേട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മഴക്കാലത്തായിരിക്കും പുല്ലുകളൊക്കെ മുളയ്ക്കുക, അപ്പം മേടുകളൊക്കെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് ചിന്തിക്കും അല്ലേ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം. ഇപ്പോൾ കഴിഞ്ഞ എക്സാമിന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? കാൽബൈശാഖി എന്ന് പറയുന്നത് ശൈത്യകാലത്ത് അനുഭവപ്പെടുന്ന കാറ്റ് എന്ന് പറഞ്ഞിട്ട് ഓർമ്മയുണ്ടോ? ഈ അടുത്ത് നടന്ന കഴിഞ്ഞ ലാസ്റ്റ് ഗ്രേഡിന്റെ എക്സാമിന് നടന്ന ഓർമ്മയുണ്ടോ? അല്ല, അവിടെ ശൈത്യകാലത്തല്ല, വേനൽക്കാലത്ത് അനുഭവപ്പെടുന്നതാണ്. പെട്ടെന്ന് നമുക്കൊന്നും ആ ഓപ്ഷൻ ശൈത്യമാണോ അതൊന്നും അവിടെ കണ്ടുകൊണ്ടുണ്ടല്ല, വീടെത്തുമ്പോഴേക്കും അവിടെ ശൈത്യം എന്നാ കൊടുത്തിരിക്കുന്നതിൽ ഓർമ്മ വരും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. വേനൽക്കാലങ്ങളിലാണ് കേട്ടോ, വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ് മർഗുകൾ. ഈ മർഗുകൾക്ക് ഉദാഹരണമാണ് സോൻമർഗും ഗുൽമർഗും കേട്ടോ. സോൻമർഗ്, ഗുൽമർഗ് പുൽമേടുകളാണ്. അപ്പൊ ഇവിടെ എന്തൊക്കെ പഠിച്ചു? കാശ്മീർ ടൂറിസത്തിന്റെ മുഖമുദ്ര എന്താന്ന് ചോദിച്ചാൽ ദാൽ തടാകത്തിലെ ശിഖാര തോണികളും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളുമാണ്. വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ് ഏത്? മർഗുകൾ. ഉദാഹരണം സോൻമർഗ്, ഗുൽമർഗ്. ഇനി നമുക്ക് ഹിമാലയത്തെ കുറിച്ച് പഠിക്കാം. പടിഞ്ഞാറ് ഹിമാലയത്തിന്റെ 3 സബ് ഡിവിഷൻസ് ആണ്. കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, പിന്നെ ഏതാണ്? ഉത്തരാഖണ്ഡ് ഹിമാലയം. അപ്പൊ കാശ്മീർ ഹിമാലയത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഹിമാചൽ ഹിമാലയത്തെ കുറിച്ചിട്ട് പഠിക്കാം. ഹിമാചൽ പ്രദേശിലാണ് അല്ലെ? ഹിമാചൽ പ്രദേശിലാണ്. ചിനാബ്, രവി, ബിയാസ് നദികളൊക്കെ ഏതിന്റെ ഭാഗമായിട്ട് വരും? ഹിമാചൽ ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരും. ചിനാബ്, രവി, ബിയാസ് നദികൾ. ദൗലാധാർ, പീർപ്പാഞ്ചൽ പർവ്വതനിരകൾ. ഹിമാചൽ ഹിമാലയത്തില് വരുന്ന പർവ്വതനിരകൾ ദൗലാധറും പീർപ്പാഞ്ചലും. ഇനി ഏതൊക്കെ ശുദ്ധജല തടാകങ്ങളാണ്? ചന്ദ്രതാലും സൂരജ് താലും ശുദ്ധജല. ദാൽ തടാകം നമ്മൾ എവിടെ പഠിച്ചു? ദാൽ ശുദ്ധജല തടാകം കാശ്മീർ ഹിമാലയത്തിലാണെന്ന് പറഞ്ഞു അല്ലേ? എങ്കിൽ ഹിമാചൽ ഹിമാലയത്തിൽ വരുന്ന ശുദ്ധജല തടാകങ്ങൾ ഏതാണ്? ചന്ദ്രതാലും സൂരജ് താലും. ഹിമാചൽ പ്രദേശ് ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ബാരാലാച്ചില ചുരമാണ്. ഈ അടുത്ത് നടന്ന ക്വസ്റ്റ്യൻ വന്നത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഈ അടുത്ത് നടന്ന എൽജിഎസിന് വന്നത് ഓർമ്മയുണ്ടോ? ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. നമ്മൾ ഹിമാചൽ ഹിമാലയല്ലേ പഠിക്കുന്നത്? ഹിമാചൽ പ്രദേശിലല്ലേ ഹിമാചൽ ഹിമാലയം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഏത് ചുരമാണ്? ബാരാലാച്ചില ചുരമാണ്. ബാരാലാച്ചില. നമ്മൾ നേരത്തെ കാശ്മീരിനെ ലഡാക്കുമായിട്ട് ബന്ധിക്കുമെന്ന് പറഞ്ഞപ്പോൾ ബനിഹാൽ ചുരം നമുക്ക് കോഡ് വേഗം കിട്ടിയില്ലേ? കാശ്മീരിലേക്ക് ലഡാക്കിലേക്കൊന്നും പോകുമ്പോൾ അവിടെ നല്ല തണുപ്പാണല്ലേ, ബലിനിട്ട് പോകരുതേ എന്ന് നമ്മൾ പറഞ്ഞു. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഏതാണ്? ബാരാലാച്ചില ചുരമാണ്. ബാരാലാച്ചില ചുരമാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. എന്ത് ചെയ്യാം? ഹിമാചൽ പ്രദേശിലേക്കും ലഡാക്കിലേക്കും ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് അങ്ങനെ തന്നെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഹിമാചൽ, നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ കോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്ത് തരണം കേട്ടോ. അപ്പൊ എനിക്ക് പഠിക്കാൻ ഓർമ്മ കിട്ടുമല്ലോ, എല്ലാവർക്കും കിട്ടട്ടെ കേട്ടോ. ഹിമാചൽ പ്രദേശിലേക്കും ലഡാക്കിലേക്കും പോകുമ്പോൾ പെൺകുട്ടികളൊക്കെ എന്ത് ചെയ്യുക? ലാച്ച ഇട്ടിട്ട് പോവുക. ലാച്ച എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ട് കിടക്കില്ലേ? ഡ്രസ്സ് തണുപ്പല്ലേ, നല്ല തണുപ്പല്ലേ അല്ലേ? ലഡാക്ക് എന്ന് പറയുമ്പോൾ തണുപ്പാണ്. അപ്പോൾ ലാച്ച പെൺകുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ? ഡ്രസ്സ് ഇട്ടിട്ട് പോകില്ലേ? ലാച്ച. അപ്പൊ നമുക്ക് ലാച്ച ഇട്ടിട്ട് പോകാം കേട്ടോ. ബാരാലാച്ചില ചുരം. ഓക്കെ.
ഹിമാചൽ പ്രദേശിലേക്കും. ഹിമാചൽ പ്രദേശിലൊക്കെ പറയുമ്പോൾ നല്ല തണുപ്പായിരിക്കില്ലേ, ലഡാക്ക് എന്ന് പറയുമ്പോൾ തണുപ്പായിരിക്കും. അപ്പോൾ ഫുള്ളായിട്ട് വരുന്ന ലാച്ചയൊക്കെ ഇട്ടിട്ട് പോകാം കേട്ടോ. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ബാരാലാച്ചല ചുരമാണ്. ഇനി കുളു ലാഹുൽ സ്പിതിയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് കുളുവിനെ ലാഹുൽ സ്പിതിയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് റോഹ്താങ് ചുരമാണ്. റോഹ്താങ് ചുരം. കുളുവിനെ ലാഹുൽ സ്പിതിയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഏത് ചുരമാണ്? റോഹ്താങ് ചുരമാണ്. കുളു, കാങ്ക്ര, ലാഹുൽ എന്നീ താഴ്വരകള് ഹിമാലയത്തിലാണ്. കുളു, കാങ്ക്ര, ലാഹുൽ എന്നീ താഴ്വരകൾ ഏത് ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്? ഹിമാചൽ ഭാഗമായിട്ട് വരുന്നതാണ്. ഷിംല, മണാലി സുഖവാസ കേന്ദ്രങ്ങള് ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്നു. പഠിച്ചോ? അപ്പൊ എന്തൊക്കെ പഠിച്ചതാ? ഹിമാലയം എന്ന് പറഞ്ഞത് ഹിമാചൽ പ്രദേശിലാണ്. ചിനാബ്, രവി, ബിയാസ് ആണ് നദികള്. ഏതൊക്കെ പർവ്വതനിരകളാണ്? ധൗലാധാറും പീർ പാഞ്ചലും. ശുദ്ധജല തടാകങ്ങൾ ചന്ദ്രതാൽ, സൂരജ് താല്. ഏതൊക്കെയാണ്? ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ബാരാലാച്ചുല ചുരം. കുളുവിനെ ലാഹുൽ സ്പിതിയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് റോഹ്താങ് ചുരമാണ്. കുളു, കാങ്ക്ര, ലാഹുൽ താഴ്വരകള് ഹിമാലയത്തിന്റെ ഭാഗമായിട്ടാണ്. ഷിംല, മണാലി തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങള് ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഈ ഹിമാലയത്തിലെ ചൂട് നീരുറവുകൾക്ക് ഉദാഹരണമാണ് നുബ്ര താഴ്വരയും മണിക്കരൺ, ഗിർഗംഗ. പഠിച്ചോട്ടാ. കഴിഞ്ഞ പ്രാവശ്യം 2024 ഈ ഒരു ആഫ്റ്റർ മെയ്ക്ക് ശേഷം ഏതൊരു എക്സാമാണ്, എക്സാമിന്റെ പേര് ഓർമ്മയില്ല, ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്നവർക്ക് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, മണിക്കരൺ ചൂട് നീരുറവിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മണിക്കരൺ ഏത് സംസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹിമാചൽ പ്രദേശിലാണ്. അങ്ങനെയാണോ ചോദിച്ചത്? അതോ ചൂട് നീരുറവിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഹിമാചൽ പ്രദേശിലെ ചൂട് നീരുറവ ഏതെന്ന് ചോദിച്ചു. ഇങ്ങനെ ഏതോ ഒരു ഇതിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. മണിക്കരനാണ് കേട്ടോ. നൂബ്ര താഴ്വര, മണിക്കരൺ, ഗിർഗംഗ എന്നിവയൊക്കെ മൂന്നും ഏതിന് ഉദാഹരണമാണ്? ചൂട് നീരുറവയ്ക്ക് ഉദാഹരണമാണ്. നുബ്ര താഴ്വര, മണിക്കരൺ, ഗിർഗംഗ. അതില് ഈ മണിക്കരൺ ചൂട് നീരുറവയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി ഉത്തരാഖണ്ഡ് ഹിമാലയത്തെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാം. സത്ലജ് മുതൽ കാളി നദി വരെയാണ്. ഇത് ഉത്തരാഖണ്ഡ് ഹിമാലയം. ഈ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്ന് അറിയപ്പെടുന്നു. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്ക് കുമവുൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു കേട്ടോ. കിഴക്ക് പടിഞ്ഞാറ് ഗഡ്വാൾ ഹിമാലയം, കിഴക്ക് കുമവുൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ഏതൊക്കെ കൊടുമുടികളാണ് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ കിടക്കുന്നത്? നന്ദാദേവി കൊടുമുടിയിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നന്ദാദേവി കൊടുമുടി എവിടെ സ്ഥിതി ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ട്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. നന്ദാദേവി, അതേപോലെ കാമെറ്റ്, ബദ്രിനാഥ്, കേദാർനാഥ്. അപ്പൊ നന്ദാദേവി ആണെങ്കിലും ബദ്രിനാഥ് ആണെങ്കിലും കേദാർനാഥ് ആണെങ്കിലും നമുക്ക് ഉത്തരാഖണ്ഡ് കിട്ടും അല്ലേ? പക്ഷെ കാമെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടേക്ക് എത്തിപ്പെടണം എന്നില്ല. പഠിച്ചു വെക്കുക. നന്ദാദേവി, കാമെറ്റ്, ബദ്രിനാഥ്, കേദാർനാഥ് ഇതൊക്കെ കൊടുമുടികൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഈ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ ഹിമാനികൾ ഏതൊക്കെയാണ്? ഗംഗോത്രിയും യമുനോത്രി. ഏതൊക്കെയാണ് ശുദ്ധജല തടാകങ്ങള്? നൈനിറ്റാളും ബിംതാനും കേട്ടോ. നൈനിറ്റാൾ ഇത് കൂട്ടി വായിക്കണേ. ബിംതാൻ. ഓക്കെ. ശുദ്ധജല തടാകങ്ങൾ നൈനിറ്റാൾ ഉത്തരാഖണ്ഡിലാണ്. ബിംതാൻ ചിലപ്പോൾ നാളെ ഒരു എക്സാമിന് വന്നാൽ നല്ല റാങ്ക് മേക്കിംഗ് ആവും, ഉറപ്പാണ്. മനസ്സിലായോ? ബിംതാൻ ശുദ്ധജല തടാകം ഏത് ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്നു? അല്ലെങ്കിൽ ഏത് സംസ്ഥാനം എന്ന് ചോദിച്ചാലും മതിയല്ലോ. ബിംതാൻ എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. ശുദ്ധജല തടാകമായ നൈനിറ്റാളും ബിംതാനും ഉത്തരാഖണ്ഡ്. ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കും ഇടയിലാണ് ദൂണുകൾ കാണപ്പെടുന്നത്. നമ്മൾ സാധാരണ ഡൂൺ എന്ന് പറയും അല്ലെ, ഇവിടെ അതിൽ ദൂണുകൾ എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കും ഇടയിലാണ് ദൂണുകൾ കാണപ്പെടുന്നത്. ഇനി ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ വേനൽക്കാല പുൽമേടുകൾ ഏതാണ്? ബുഗ്യലുകളാണ്. നമ്മൾ കാശ്മീർ ഹിമാലയത്തിലെ ഏതാ പറഞ്ഞത് പുൽമേടുകൾ വേനൽക്കാലത്തുള്ളത്? മർഗുകൾ എന്ന് പറഞ്ഞു അല്ലെ. അതെവിടെയാണ്? കാശ്മീർ ഹിമാലയത്തിലാണ് നമ്മൾ പഠിച്ചത്. ഇനി ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന് എത്തിയപ്പോ അവിടെയുള്ള പുൽമേടുകളിനെ നമ്മൾ എന്ത് പറയുന്നു? ബുഗ്യാലുകൾ. ചോദ്യം വരും കേട്ടോ. ബുഗ്യാലുകൾ. മർഗുകൾ ജമ്മു കാശ്മീർ ഹിമാലയത്തിലും ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ ബുഗ്യാലുകളും വേനൽക്കാലത്ത് കാണപ്പെടുന്ന പുൽമേടുകളാണ്. ഈ ബുഗ്യാലുകൾക്ക് ഉദാഹരണമാണ് ദയാര ബുഗ്യാൽ, ഗോർസോൺ ബുഗ്യാൽ.
ഹിമാലയത്തിന്റെ പ്രാദേശിക വിഭാഗമായ പടിഞ്ഞാറൻ ഹിമാലയത്തെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? മുഴുവനായിട്ട് പഠിച്ചു അല്ലേ? പടിഞ്ഞാറൻ ഹിമാലയം എന്താണെന്ന് പഠിച്ചു. പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ ഡിവിഷൻസ് വരുന്ന ഉത്തരാഖണ്ഡ് ഹിമാലയം, ജമ്മു കാശ്മീർ ഹിമാലയം, പിന്നെ ഹിമാചൽ ഹിമാലയം അല്ലേ? 3 പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രാദേശിക വിഭാഗമായിട്ടുള്ള മധ്യ ഹിമാലയം എന്താണ്, കിഴക്കൻ ഹിമാലയം എന്താണെന്നുള്ളത് പഠിക്കണം. മധ്യ ഹിമാലയത്തിലേക്ക് കടക്കാം കേട്ടോ. കാളി മുതൽ ടീസ്റ്റ് വരെയാണ് മധ്യ ഹിമാലയം. നേപ്പാൾ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഏതാണ്? മധ്യ ഹിമാലയമാണ്. നേപ്പാൾ ഹിമാലയം എന്ന് അറിയപ്പെടുന്നു. പടിഞ്ഞാറൻ സിക്കിം ഡാർജിലിംഗ് പ്രദേശം മാത്രമേ ഇന്ത്യയിലുള്ളൂ കേട്ടോ. പടിഞ്ഞാറ് സിക്കിം ഡാർജിലിംഗ് പ്രദേശം മാത്രമാണ് എവിടെയുള്ളൂ? നമ്മുടെ ഇന്ത്യയിൽ ഉള്ളൂ. പടിഞ്ഞാറൻ സിക്കിം ഡാർജിലിംഗ് പ്രദേശം മാത്രമേ നമ്മുടെ ഇന്ത്യയിലുള്ളൂ. ബാക്കിയൊക്കെ എവിടെയാണ്? നേപ്പാളിലാണ്. അതുകൊണ്ടാണ് അത് നേപ്പാൾ ഹിമാലയം എന്ന് അറിയപ്പെടുന്നത്. മൗണ്ട് എവറസ്റ്റ് എവിടെയാണ്? നേപ്പാളിലാണ് അല്ലേ? അപ്പൊ ഈ മധ്യ ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇത് മൗണ്ട് എവറസ്റ്റ്. അപ്പൊ മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ്. കാഞ്ചൻജംഗ ഇതൊക്കെ മധ്യ ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ. നാഥുല ചുരം ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യ ചൈന അതിർത്തി സ്ഥിതി ചെയ്യുന്ന ചുരം ഏതാണ്? നാഥുല ചുരം അല്ലെ? നാഥന്മാരില്ലാതെ കിടക്കുകയാണ് ഇന്ത്യയിലുമായിട്ട്. ഇന്ത്യക്ക് പോണോ ചൈനയ്ക്ക് പോണോ എന്ന് ഇതില് ഇല്ലാതെ നാഥനില്ലാതെ കിടക്കണം. കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. നാഥുല ചുരം ഇന്ത്യ ചൈന അതിർത്തിയിലാണ്. ഇനി ബ്രിട്ടീഷുകാർ തേയില കൃഷി ആരംഭിച്ചത് എവിടെയാണ്? ഈ മധ്യ ഹിമാലയത്തിലാണ് കേട്ടോ. അതായത് ഡാർജിലിംഗ് തേയില പ്രസിദ്ധമായിട്ടുള്ള ഒരു തേയിലയാണ് കേട്ടോ. ഡാർജിലിംഗ് തേയില പ്രസിദ്ധമാണ്. പഠിച്ചു വെക്കുക. ബ്രിട്ടീഷുകാർ തേയില കൃഷി കൊണ്ടുവന്നത് എവിടെയാണ്? മധ്യ ഹിമാലയത്തിലാണ്. കാളി മുതൽ ടീസ്റ്റ് വരെ നേപ്പാൾ ഹിമാലയം എന്ന് അറിയപ്പെടുന്നു. പടിഞ്ഞാറൻ സിക്കിം ഡാർജിലിംഗ് പ്രദേശം മാത്രമാണ് ഇന്ത്യയിൽ ഉള്ളൂ. ബാക്കിയൊക്കെ നേപ്പാളിലാണ്. അതുകൊണ്ട് നേപ്പാൾ ഹിമാലയം എന്ന് അറിയപ്പെടുന്നു. മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ്. പിന്നെ കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്ന മധ്യ ഹിമാലയത്തിലാണ്. നാഥുല ചുരം ഇന്ത്യ ചൈന അതിർത്തിയിലാണ്. ബ്രിട്ടീഷുകാർ തേയില കൃഷി ആരംഭിച്ചത് മധ്യ ഹിമാലയത്തില്. ഡാർജിലിംഗ് തേയില പ്രസിദ്ധമാണ്. ഇനി കിഴക്കൻ ഹിമാലയത്തെ കുറിച്ചിട്ട് നോക്കാം. ഉയരം കുറവാണ്. ടീസ്റ്റ് മുതൽ ബ്രഹ്മപുത്ര വരെ വ്യാപിച്ചു കിടക്കുന്നു കിഴക്കൻ ഹിമാലയ. അസം ഹിമാലയ എന്നറിയപ്പെടുന്നു അല്ലെ? അസം മധ്യ ഹിമാലയം നമ്മൾ എങ്ങനെ പറഞ്ഞു? നേപ്പാൾ ഹിമാലയമാണ് പറഞ്ഞു. കിഴക്കൻ ഹിമാലയമാണെങ്കിൽ അസം ഹിമാലയം എന്നറിയപ്പെടുന്നു. നംചപർവ കൊടുമുടി എവിടെയാണ്? കിഴക്കൻ ഹിമാലയത്തിലാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അവിടെ ഒന്നും പതറില്ല. നമുക്ക് വീട്ടിലൊക്കെ ഇരുന്ന് നമ്മൾ പഠിക്കും, ഇങ്ങനെ പഠിക്കും. പക്ഷെ എക്സാം ഹാളിൽ നമുക്കറിയാം അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് ക്വസ്റ്റ്യൻ അവർ ബുദ്ധിമുട്ടിപ്പിക്കാൻ പറ്റേണ്ട ആ രീതിയിൽ നമ്മളെ ഇട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് അല്ലേ? നമുക്ക് അവിടെ ഇപ്പം നംചപർവ കൊടുമുടി ഏത് ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അവിടെ അങ്ങനെ ഇതാവും അല്ലേ? പടിഞ്ഞാറാണോ? കുറേ ഇപ്പൊ തന്നെ നമ്മൾ സബ് ഡിവിഷൻസ് കുറേ പഠിച്ചില്ലേ? അവിടെ ഇത് ട്രാൻസ് ഹിമാലയം, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്, ഹിമാലയത്തെ കുറിച്ച് എന്താവും? ഹിമാലയത്തെ കുറിച്ച് നമ്മൾ എത്രമാത്രം പോയിന്റുകൾ പഠിച്ചു? ഇതുവരെ ഇതിന് മുമ്പ് ഇത്രയും പോയിന്റുകളൊക്കെ നമ്മൾ ഹിമാലയത്തിനെ കുറിച്ച് നമ്മുടെ പഴയ SCRT ഉണ്ടോ? ഇല്ല. പക്ഷെ പഴയ SCRT കുറേ പോയിന്റ് ഹിമാലയത്തെ കുറിച്ച് പഠിക്കേണ്ടത് നമ്മൾ അതും പഠിക്കണം. കാരണം അതൊന്നും കുറച്ച് സ്റ്റേറ്റ്മെന്റ് എടുക്കും, ഇതൊന്നും കുറച്ച് എടുക്കും. അപ്പൊ രണ്ടും നമുക്ക് എന്താണ്? ഒരേ മൂല്യമാണ്. അപ്പൊ അത് പഠിച്ചേ പറ്റൂ. പിന്നെ ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഹിമാദ്രി, ഹിമാചലി, സിവാലിക് അതിന് വേറെ വേറെ പഠിച്ചു. ഹിമാലയത്തെ കുറിച്ച് പഠിച്ചു. ഹിമാലയത്തിന്റെ പ്രാദേശിക വിഭാഗങ്ങളെ കുറിച്ച് പഠിച്ചു അല്ലെ? മധ്യ ഹിമാലയത്തെ കുറിച്ചിട്ടും കിഴക്കൻ ഹിമാലയത്തെ കുറിച്ചിട്ടും പടിഞ്ഞാറൻ ഹിമാലയത്തെ കുറിച്ച് പഠിച്ചു. ഈ പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഉത്തരാഖണ്ഡ് ഹിമാലയം, ഹിമാചൽ ഹിമാലയം, പിന്നെ ജമ്മു കാശ്മീർ ഹിമാലയം അല്ലെ? കാശ്മീർ ഹിമാലയം ഇതൊക്കെ നമ്മൾ പഠിച്ചു വന്നില്ല. അപ്പൊ നമുക്ക് എന്താണ്? ഹാളിലെത്തുമ്പോൾ നമുക്ക് അതാണ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് തരുന്നത്. ഞാൻ പറഞ്ഞു ഇപ്പൊ ഈ പുതിയ SCRT നമ്മൾ ഓരോ ലെസൺ ആണെങ്കിലും 2-3 പാർട്ടാണെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട, പെട്ടെന്ന് നമുക്കത് കഴിയും. ചില ലെസൺസ് മാത്രമേ ഇത്ര വലിയുള്ളൂ, ബാക്കിയൊന്നും അത്ര വലിയ ലെസൺ അല്ല. നമുക്ക് പെട്ടെന്ന് പഠിച്ചു പോകാൻ പറ്റുന്നതാണ്. പിന്നെ പഴയ SCRT എത്തുമ്പോൾ പിന്നെ നമുക്ക് വേഗം പോവുക ചെയ്യാം കേട്ടോ. വേഗം ഇന്ത്യൻ ജോഗ്രഫി കഴിച്ചിട്ട് നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കിടക്കണം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ സത്യം പറഞ്ഞാൽ പഴയ SCRT പുതിയ SCRT പഠിച്ചാൽ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് കഴിയും. പിന്നെ പൗരത്വം ഇതൊക്കെ മാത്രം നമുക്ക് എന്ത് നോക്കണ്ടുള്ളൂ? എക്സ്ട്രാ ടോപ്പിക് ആയിട്ട് നമുക്ക് പിന്നെ നോക്കേണ്ട ആവശ്യം വരുള്ളൂ കേട്ടോ. പഠിക്കുക കേട്ടോ. അപ്പൊ നംചപർവ കൊടുമുടി എവിടെയാണ്? കിഴക്കൻ ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഇതൊന്ന് നോട്ട് ചെയ്യണേ. 7756 മീറ്റർ ആണ് കേട്ടോ. നംചപർവ കൊടുമുടിയുടെ ഉയരം 7756 കേട്ടോ. 7756. ചിലപ്പോൾ 65 എന്ന് തിരിച്ചു തന്നാലോ ട്ടോ. 5 കഴിഞ്ഞിട്ടാണ് 6 ട്ടോ. പിന്നെ ഏതൊക്കെ നദികളാണ്? ബ്രഹ്മപുത്ര, കാമെങ്, ലോഹിത്, സുബൻസിരി. ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ് ബ്രഹ്മപുത്ര, കാമെങ്, ലോഹിത്, സുബൻസിരി. ഇതൊക്കെ അല്ലെ? ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഇത് സുബൻസിരി എന്ന് പറയുന്നത്. ഇതൊക്കെ കിഴക്കൻ ഹിമാലയത്തിന്റെ ഭാഗമാണ്. അരുണാചലിനെ ടിബറ്റിലെ ലാസിയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ബോംതില ചുരമാണ്. അരുണാചലിനെ ടിബറ്റിലെ ലാസിയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഏതാണ്? ബോംതില ചുരമാണ്. ബോംതില ചുരം നമ്മൾ
നേരത്തെ എന്താ കണക്ട് ചെയ്തതാ? ജമ്മു കാശ്മീരിലേക്കും ലഡാക്കിലേക്കും ഒക്കെ പോകുമ്പോൾ എന്താണ് പഠിച്ചത്? ബനിയൻ ഇട്ടിട്ട് പോകരുതേ എന്ന് പറഞ്ഞു അല്ലെ. ജമ്മുവിനെയും കാശ്മീരിനെയും ബന്ധിപ്പിക്കുന്ന ചുരം ബനിഹാൽ ചുരം പറഞ്ഞു. പിന്നെ ഇന്ത്യക്കും ചൈനയ്ക്കും അതിർത്തിയിലായിട്ട് ഏത് പറഞ്ഞു? നാഥുല ചുരം പറഞ്ഞു അല്ലെ. നാഥനില്ലാതെ കിടക്കുകയാണ് അല്ലെ. ഇന്ത്യക്ക് പോകണോ ചൈനയിലേക്ക് കിടക്കണോ എന്ന് പറഞ്ഞിട്ട് അല്ലെ. അത് അവിടെ കണക്ട് ചെയ്തു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ബാരാലാച്ചിര ചുരം അല്ലെ. ഹിമാചൽ പ്രദേശ് പറയുമ്പോഴും തണുപ്പാണ്, ലഡാക്ക് എന്ന് പറയുമ്പോഴും തണുപ്പാണ് അല്ലെ. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിക്കുമ്പോൾ ലാച്ചിയൊക്കെ ഇട്ടിട്ട് പോകാട്ടോ എന്ന് പറഞ്ഞു അല്ലെ. നല്ല തണുപ്പാണ്. അപ്പൊ ബാരാലാച്ചില ചുരം അവിടെ നമ്മൾ അങ്ങനെ കണക്ട് ചെയ്തില്ല. അപ്പൊ 3 നമ്മൾ എളുപ്പം പഠിച്ചില്ലേ? ബാരാലാച്ചില ചുരം. പിന്നെ ഇവിടെ എന്താണ്? അരുണാചലിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്നത് ബോംതില ചുരമാണ്. ബോംതില ചുരമാണ്. എന്തെങ്കിലുമൊക്കെ ഇതിൽ കണക്ട് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ താഴെ പറഞ്ഞു തരണം കേട്ടോ. മ്യാൻമാറുമായിട്ട് ബന്ധിപ്പിക്കുന്നതോ? അരുണാചലിനെ മ്യാൻമാറുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ദിഫു ചുരമാണ് കേട്ടോ. ദിഫു ആണ്. അരുണാചലിനെ ടിബറ്റിലെ ലാസയുമായിട്ട് ബന്ധിപ്പിക്കുകയാണെങ്കിൽ ഏതാണ്? ബോംതില ചുരം. ബോംതില ചുരം. ഓക്കെ. ഇനി അരുണാചലിനെ മ്യാൻമാറുമായിട്ട് ബന്ധിപ്പിക്കുകയാണെങ്കിൽ ദിഫു ആണ്. ദിഫു ചുരം. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ഇന്ന് പഠിച്ചു വെക്കുക കേട്ടോ. നമുക്ക് ലോകത്തിന്റെ നെറുകയിൽ ഒന്നാമത്തെ വീഡിയോ, രണ്ടാമത്തെ ഇന്ത്യൻ ജോഗ്രഫിയിൽ രണ്ടാമത്തെ ഇതിലായിട്ട് കിടക്കുന്നുണ്ട്. ഇത് മൂന്നാമത്തെ ക്ലാസ് ആണ്. ഇപ്പൊ ഇന്ത്യൻ ജോഗ്രഫിയിൽ 3 ക്ലാസ് എടുത്തിട്ടുണ്ട്. കേരള ഹിസ്റ്ററിയിൽ 4 വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ ഒഴിവാക്കിയിട്ട് പിന്നെ കേരള ഹിസ്റ്ററി മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് തന്നല്ലോ, ക്വസ്റ്റ്യൻ വന്നിട്ട് ഞാനത് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 4 വീഡിയോയും കണ്ടാൽ മാത്രമാണ്. 4 വീഡിയോ പറഞ്ഞാൽ ഫസ്റ്റ് 3 വീഡിയോയും ആകെ 10-15 മിനിറ്റും 11 മിനിറ്റും ഒക്കെ ഉള്ള വീഡിയോകളാണ്. അത്രയേ ഉള്ളൂ. അപ്പൊ ആ 4 വീഡിയോ കണ്ടാലേ കേരള ഹിസ്റ്ററി അവിടെ കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. പിന്നെ ഇത് ഇന്ത്യൻ ജോഗ്രഫി, ഇത് 3ാമത്തെ വീഡിയോ ആണ്. അപ്പൊ നമുക്ക് ഏകദേശം വേഗം കഴിക്കാനായിട്ട് പറ്റും. എന്നിട്ട് നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കിടക്കാം. എന്നിട്ട് സയൻസിലേക്ക് വേഗം, എന്നിട്ട് ബയോളജിയിലേക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞത് നമുക്ക് ബയോളജി എടുക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ സയൻസും ഒപ്പം വരട്ടെ. നമ്മൾ എന്തായാലും പ്രിലിംസും നേരണം, മെയിൻസും നേരണം. ഓക്കെ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് വേണം. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പകുതി വെച്ചിട്ട് എന്തായാലും എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയണം. പിന്നെ ഞാൻ ഒരു കാര്യം പറയണം, ഇതിൻ്റെ ഇടയിൽ കൂടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തിട്ടേ തീരുള്ളൂ. നമുക്ക് LGS ലെവലുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം ചെയ്യാം. ഓക്കെ. LGS ലെവലുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ, LGS ലെവലാണല്ലോ നമുക്ക് പ്രിലിംസും വരുന്നത്. സിലബസ് അങ്ങനെയാണല്ലോ. 80 മാർക്കാണല്ലോ GK വരുന്നത്. അപ്പൊ നമുക്ക് ആ ഭാഗങ്ങൾ ക്ലിയർ ചെയ്യണം. അപ്പൊ LGS ക്വസ്റ്റ്യൻസ് പരമാവധി വർക്ക്ഔട്ട് ചെയ്യണം. അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യും. ഓക്കെ. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ. താങ്ക് യു. ബൈ.